ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ളത്. നമ്മൾക്ക് ഈ ഒരു മാറിയ കാലത്ത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എല്ലാ മേഖലയിലും കടന്നു വന്നിട്ടുണ്ട്. യൂട്യൂബും അങ്ങനെയുള്ള പുതിയ രീതികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം തന്നെ ഒരു ക്രിയേറ്ററെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ AI ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരേ സമയം അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുവശത്ത് അത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ അവരുടെ ആ ഒരു വികാരത്തെയും അവർ മാനിക്കുന്നുണ്ട്. അത് കാണുന്ന ആൾ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള ഒരു പ്രത്യേക പോയിൻ്റ് ഉണ്ട്. നമുക്കറിയാം AI ഉപയോഗിച്ച് ഇന്ന് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിലും ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് വരുത്താം, ഒരു റിയലായിട്ട് നടക്കാത്തൊരു സംഭവം നടന്നതായിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ യൂട്യൂബ് ഈ ഒരു AI ടൂളുകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കാണുന്ന വ്യൂവേഴ്സ് തെറ്റിദ്ധരിക്കപ്പെടുമോ, ഇത് യഥാർത്ഥത്തിൽ റിയലായിട്ടുള്ള സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയും യൂട്യൂബിനുണ്ട്. അത് സോൾവ് ചെയ്യുന്നതിനായിട്ട് യൂട്യൂബ് ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിസ്ക്ലോസിങ് യൂസ് ഓഫ് ആൾട്ടേർഡ് ഓർ സിന്തറ്റിക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുന്നേ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു പോയിൻ്റ്, ഇതിന് മുന്നേ പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിങ് പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മളോട് ടിക്ക് ചെയ്യണം എന്നുള്ളത്. അത് ടിക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണ്? ഇത് കാണുന്ന വ്യൂവേഴ്സിന് മനസ്സിലാകണം നമ്മൾ ക്യാഷ് വാങ്ങിയിട്ട്, അതായത് ഏത് വീഡിയോ ആണോ അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് അയാളത് ക്യാഷ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു മുടി വരാനുള്ള ഒരു ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്ന്, അപ്പോൾ അത് ആ ഒരു ഓയിലിനെ കുറിച്ചൊരാൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ആ ഒരു പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഭാഗം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇത് അയാൾ ക്യാഷ് വാങ്ങിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് ചെയ്യാണ്, പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വീഡിയോ ചെയ്യാണ് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ AIയുടെ കാര്യത്തിലും പുതിയൊരു ഓപ്ഷൻ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് നൽകുകയാണ്. നിങ്ങൾ AI ഉപയോഗിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ പല ഭാഗങ്ങളുണ്ട്, ആരൊക്കെ ചെയ്യണം ആരൊക്കെ ചെയ്യണ്ട എന്നുണ്ട്. പക്ഷേ ഞാനതിന് മുന്നേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ AI ഉപയോഗിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് അത് യെസ് അല്ലെങ്കിൽ നോ കൊടുത്ത് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ യെസ് AI ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന വ്യൂവേഴ്സിന് മനസ്സിലാകും. അവർ ആ ഒരു ഫോണിലോ ടാബ്ലറ്റിലോ ഇപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. കൂടുതൽ ഡിവൈസിൽ അത് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ എല്ലാ ഡിവൈസിലേക്കും അത് വരുമെന്ന് യൂട്യൂബ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇത് AI ഉപയോഗിച്ചിട്ടുള്ളതാണ്, റിയൽ അല്ല എന്നുള്ളത്. അപ്പോൾ ഓഡിയൻസ് തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല. ഇതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്നുള്ളത്. ഇനി ഇത് ക്രിയേറ്ററെ ബാധിക്കും, ഏതൊക്കെ ക്രിയേറ്റർ ചെയ്യണം, ഷോർട്സിന് ഇത് ബാധിക്കുമോ, ലോങ് വീഡിയോസിന് ഇത് ബാധിക്കുമോ, ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. യൂട്യൂബ് ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഡിസ്ക്ലോസിങ് യൂസ് ഓഫ് ആൾട്ടേർഡ് ഓർ സിന്തറ്റിക് കണ്ടൻറ്റ്. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് പുതുതായിട്ട് വരുന്നൊരു മാറ്റങ്ങൾ, ടൂളുകൾ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത് കാണുന്ന വ്യൂവേഴ്സിനെയും യൂട്യൂബ് പരിഗണിക്കേണ്ടതുണ്ട്. അതായത് ഇത് കാണുന്ന വ്യൂവേഴ്സിന് ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടണം. അതിന് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഓഡിയൻസിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ ഫീച്ചറാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അത് മലയാളത്തിലാക്കി പറയാണിത്, നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയ്ഡ് പ്രൊമോഷൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ക്രിയേറ്റേഴ്സ് നിർബന്ധമായിട്ടും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ പ്രത്യേക തരം കണ്ടൻറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഓഡിയൻസിന് ഡിസ്ക്ലോസ് ചെയ്യണം ഞാൻ ഇങ്ങനത്തെ കണ്ടൻറ്റാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു യഥാർത്ഥ വ്യക്തി ആ ആൾ ചെയ്യാത്ത ഒരു കാര്യം അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യം അങ്ങനെ പറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ക്രിയേറ്റേഴ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് കണ്ടൻറ്റ് ദാറ്റ്. നിർബന്ധമായിട്ടും ക്രിയേറ്റേഴ്സ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഏതൊക്കെ? മേക്സ് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ സംതിങ് ദേ ഡിഡ് നോട്ട് ഡു. അതായത് ഒരു വ്യക്തി
അയാൾ റിയലായിട്ട് പറയാത്ത കാര്യം അതല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ യെസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ. രണ്ടാമത്തെ പോയിന്റ്, ആൾട്ടേഴ്സ് ഫുട്ടേജ് ഓഫ് റിയൽ ഇവൻറ്റ് ഓർ പ്ലേസ്. അതായത് ഒരു യഥാർത്ഥ സംഭവം അതല്ലെങ്കിൽ ഒരു യഥാർത്ഥ വീഡിയോ നമ്മൾ മാറ്റം വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മളത് ഓഡിയൻസിനെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓഡിയൻസിനോട് നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻ ദാറ്റ് ഡിഡ് നോട്ട് ആക്ച്വലി ഒക്കർ. അതായത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യം റിയലായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിത് ഡിസ്ക്ലോസ് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഒരു 3 പോയിൻ്റാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകൾ എന്ന് നമുക്ക് പെട്ടെന്നൊരു ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതാണ് നമുക്ക് ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ ഇത് മാത്രമല്ല, ഇതിനോട് കൂടെ യൂട്യൂബ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദിസ് കുഡ് ഇൻക്ലൂഡ് കണ്ടന്റ് ദാറ്റ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ആൾട്ടേർഡ് ഓർ ക്രിയേറ്റഡ് യൂസിങ് ഓഡിയോ വീഡിയോ ഓർ ഇമേജ് ക്രിയേറ്റിംഗ് എഡിറ്റിംഗ് ടൂൾസ്. അതായത് ഇതന്നെ ഒരു ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ നമ്മൾ ഉപയോഗിക്കുക. അതായത് ഓഡിയോ നമ്മളിങ്ങനെ ഉപയോഗിക്കുക, വീഡിയോ ഉപയോഗിക്കുക, ഇമേജ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂളുകൾ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ പറയണമെന്നുള്ളതാണ്. ഈ ഒരു ലിസ്റ്റ് പൂർണ്ണമല്ല എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആകാം, അതല്ലെങ്കിൽ ഓഡിയോ ആകാം, അതല്ലെങ്കിൽ ഒരു ഇമേജ് ആകാം, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഈ ഒരു ലിസ്റ്റിൽ പെടാത്ത ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഡിസ്ക്ലോസ് ചെയ്യേണ്ട ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കാം. ഇത് പൂർണ്ണമല്ല എന്നുള്ളതാണ് യൂട്യൂബ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കുണ്ടാകുന്ന സംശയം, ഇതെങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂട്യൂബ് പറയുന്നത് ഇതിപ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷൻ കമ്പ്യൂട്ടറിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നത്. നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയൊരു ലേബൽ നമുക്ക് കാണാം. അവിടെ നമ്മൾ ഇതൊരു യെസ് ഓർ നോ, ഈ ആൾട്ടേർഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ തന്നെ വന്നിട്ടുണ്ടാകും. അവിടെ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. മൊബൈലിലും അതല്ലെങ്കിൽ മറ്റ് ഡിവൈസിലൊക്കെ ഇത് ഫ്യൂച്ചർ ഉടനെ തന്നെ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ മാത്രമാണ്, ഡെസ്ക്ടോപ്പ് വേർഷനിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത് എന്ന് യൂട്യൂബ് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റേഴ്സ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ പബ്ലിക് ആക്കി കഴിയുമ്പോൾ വ്യൂവേഴ്സിന് ഇത് കാണാൻ കഴിയും. വ്യൂവേഴ്സിന് ഇത് ഇപ്പോൾ മൊബൈൽ ഫോണിലായാലും ടാബ്ലറ്റിലായാലൊക്കെ വീഡിയോസ് ഇരുന്ന് കാണുമ്പോൾ അവർക്ക് പ്രത്യേകം ഇത് കാണാൻ കഴിയും. ഇതൊരു ആൾട്ടേർഡ് വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും വ്യൂവർ തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല, ഒരു സംശയം അവിടെ വരുന്നില്ല. അതാണ് യൂട്യൂബ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ആ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഒരു മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വ്യൂവേഴ്സ്, ഓഡിയൻസ് തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല എന്നുള്ളതിലേക്ക് ആ ഒരു പോയിൻ്റാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഷോർട്സിൽ നമ്മൾ AI ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഡ്രീം ട്രാക്ക് അതല്ലെങ്കിൽ ഡ്രീം സ്ക്രീന് അതുപോലത്തെ എഫക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അതൊന്നും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് യൂട്യൂബ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളിത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഷോർട്സിൽ നമ്മൾ ഈ ഒരു എഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വിഷയമല്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു ടൂളുകൾ ഉപയോഗിക്കുന്നവർ നിങ്ങൾ ആ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നോ അഡീഷണൽ സ്റ്റെപ്സ് ആർ നീഡഡ് ടു ഡിസ്ക്ലോസ് കറൻ്റ്ലി എന്നുള്ളത് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക്. അതായത് കറൻ്റ്ലി എന്നുള്ളതാണ്, ഇപ്പോൾ നിങ്ങളത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് നിമിഷം ഈ ഷോർട്സിലും ഈ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു ലോങ് വീഡിയോയിൽ നമ്മളിങ്ങനെ ഒരു AI വീഡിയോ നമ്മൾ എഫക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഷോർട്സിലും അതുപോലെ തന്നെ വരേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം ഷോർട്സും കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാലും. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളതിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ഉടൻ വരുന്നതാണ് എന്നുള്ളത് നമുക്കിവിടെ ഈ ഒരു വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവരത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണം ഓൾറെഡി നമ്മൾ ഡ്രീം ട്രാക്കും ഡ്രീം സ്ക്രീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഷോർട്സ് കാണുമ്പോൾ അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു AI ടൂള് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയുന്നത്.
ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഇവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതിൽ ഏതൊക്കെ വീഡിയോ ആണ് ഇതിൽ പെടുക, ഏതൊക്കെ വീഡിയോ ആണ് പെടാത്തത് എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ലിസ്റ്റ് യൂട്യൂബ് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്ലൈയിങ് ബ്യൂട്ടി ഫിൽറ്റർ എന്നുള്ളത്, അതായത് നമ്മൾ ബ്യൂട്ടി ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഫിൽറ്ററിങ് ഒക്കെ ചെയ്യുക, കുറച്ച് എഫക്ട്സുകൾ, ബ്രൈറ്റ്നസ് കൂട്ടുക, കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. അങ്ങനത്തെ എഫക്റ്റുകൾ കൊടുത്തു എന്നതുകൊണ്ട് ഈ ഒരു റൂളിൽ പെടുന്നില്ല, അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓഡിയോ ക്വാളിറ്റി കൂട്ടാൻ എന്തെങ്കിലും എഫക്റ്റുകൾ ആഡ് ചെയ്യും, അതൊന്നും ഇപ്പോൾ ഒരു ഈക്വലൈസറൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ബാസ് ഒന്ന് കൂട്ടും കുറക്കും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊന്നും നമ്മളിവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു ആനിമേഷൻ, ഒരു വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസൈലിൻ്റെ ഒക്കെ ഒരു ആനിമേഷൻ, നമ്മളൊരു വീഡിയോയിൽ ജസ്റ്റ് ഒരു മിസൈലിൻ്റെ ഒരു ആനിമേഷൻ കാണിക്കുക, അതുപോലെയുള്ള എഫക്റ്റുകളൊക്കെ ജസ്റ്റ് നമുക്ക് കൊടുക്കുക. അപ്പോൾ അതൊന്നും നിങ്ങളൊരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി. ഇതൊന്നും നമ്മുടെ കാണുന്ന വ്യൂവർ തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല, അവർക്ക് മനസ്സിലാകും ഈ സംഭവങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോസിൽ നമ്മൾ പ്രത്യേകം ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട, ഇതിലൊരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം. അത് ഏതെല്ലാം വീഡിയോസിലാണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ വീഡിയോ, ആ ഒരാളുടെ വീഡിയോയിൽ അയാളുടെ ഒറിജിനൽ ഫേസ് മാറ്റിയിട്ട് വേറൊരാളുടെ ഫേസ് വെച്ചിട്ട് AI ഉപയോഗിച്ചിട്ടൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, പബ്ലിക് ആക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന ആളിന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, ഇത് ഇന്ന ആൾ പറഞ്ഞതാണ് എന്നുള്ളത്. കാരണം അയാൾ ഫേസ് മാറ്റിയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, പക്ഷേ വ്യൂവറിന് അത് മനസ്സിലാകുന്നില്ല, ഇത് യഥാർത്ഥത്തിൽ ഇയാൾ പറഞ്ഞത് തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ലോജിക്ക് ഉണ്ട്, കാണുന്ന ആളിനത് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല, അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഫേസ് മാറ്റിയിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു മെൻഷൻ അവിടെ കാണുമ്പോൾ വ്യൂവർക്ക് മനസ്സിലായി ഇത് ഫേസ് മാറ്റിയതാണ്, അല്ലെങ്കിൽ ഇത് ഒറിജിനലി അല്ല എന്നുള്ളത്. അതുപോലെ ഒരു കാർ ചേസിങ് സീന്, ഒരു മൂവിയിലെ സീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ട് അതിലേക്ക് വേറൊരു സെലിബ്രിറ്റിയെ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ഒറിജിനൽ അത് ആ ഒരു മൂവിയിലുള്ള പോലെ തോന്നും. അങ്ങനെയുള്ള സീനാണെങ്കിൽ വരെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം, യെസ് കൊടുക്കണം. ഇത് ഈ രീതിയിൽ ഉപയോഗിച്ച വീഡിയോ ആണ് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അതുപോലത്തെ കണ്ടൻറ്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് യെസ് കൊടുത്തിരിക്കണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മെഡിക്കൽ പ്രൊഫഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ, ഒരു ഓഡിയോ ആണ്, പക്ഷേ അതൊരു മെഡിക്കൽ പ്രൊഫഷൻ ചെയ്ത ഓഡിയോ അല്ല. പക്ഷെ അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വോയിസുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് പറയണം. യൂട്യൂബിൽ അത് ഭയങ്കര ഈ കോവിഡും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മെഡിക്കൽ അഡ്വൈസുകളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളാണ് കൊടുക്കുന്നത് എങ്കിൽ അത് ഇങ്ങനെ ഈ രീതിയിലുള്ള തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മിസൈൽ വന്ന് ഒരു കാർട്ടൂൺ പോലെയുള്ള ഒരു എഫക്റ്റൊക്കെ നമുക്ക് കൊടുക്കാമെന്നുള്ളത്. പക്ഷേ റിയൽ ആയിട്ടൊരു ടൗണ്, ആ ടൗണിലേക്കൊരു മിസൈൽ വന്ന് ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ വീഴാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ, അപ്പോൾ അത് കാണുന്ന ആളിന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കും ഇത് റിയൽ ആയിട്ടുള്ളതാണെന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മളൊരു വീഡിയോയിൽ ഒരു എഫക്റ്റ് കൊടുക്കുകയാണ്, ഒരു മിസൈൽ പോണത് ഒരു കാർട്ടൂൺ പോലെ, പക്ഷേ ഇതല്ല. അപ്പോൾ അങ്ങനെ റിയൽ ആയിട്ടുള്ളൊരു മിസൈൽ അവിടെ വന്ന് പതിച്ചിട്ടുണ്ട് എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഓപ്ഷനുകൾ ഉപയോഗിക്കണം. ഈ ഒരു ആർട്ടിക്കിളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ നോട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നാത്ത വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഫാൻറ്റാസ്റ്റിക്കൽ വേൾഡിൽ വേറൊരു ലോകത്തെത്തിയ പ്രതീതിയിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒറിജിനൽ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ സ്പേസിലൊക്കെ എത്തിയൊരു വീഡിയോ ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ളതിലൊന്നും കൊടുക്കേണ്ട ഒരുപാട്. പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, ലൈറ്റിംഗ് ഫിൽറ്റർ, സ്പെഷ്യൽ എഫക്റ്റുകൾ, ഒരുപാട് ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലിങ്കിൽ കയറി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതുപോലെ ഏതെല്ലാം ഉൾപ്പെടും എന്നുള്ളതിൻ്റെ എക്സാമ്പിളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ AI ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പാട്ട് പാടുന്നത്, മോഹൻലാൽ, മമ്മൂട്ടി, മറ്റ് ആക്ടേഴ്സൊക്കെ പാട്ട് പാടുന്ന രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ വീഡിയോ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് നിങ്ങളത് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ഓഡിയോ മാറ്റുക, അതുപോലെ
ഫേസ് മാറ്റുക, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എക്സാമ്പിൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിത് റൂൾ വയലേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആദ്യമൊക്കെ യൂട്യൂബ് ഒരു വാർണിംഗ് തരും, പിന്നീട് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് റിമൂവ് ചെയ്യും. മാത്രമല്ല നമ്മുടെ മോണിറ്റൈസേഷൻ തന്നെ യൂട്യൂബ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് യൂട്യൂബ് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.